നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇന്ത്യയുടെ പല ഭാഗത്തും പല കുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്, മനസ്സിലാക്കില്ലേ? അപ്പൊ നമ്മളതൊന്നും ഒട്ടും ലാഘവത്തോടു കൂടി കാണുവാനും പാടില്ല. നമ്മളിലൊക്കെ പല മുഖങ്ങളുണ്ട്. നമ്മൾ ഈ ചിരിക്കുന്നത് മാത്രമല്ല, മറ്റൊരു മുഖം നമുക്ക് തന്നെ അറിയില്ല അത് എപ്പോഴാണ് പുറത്തേക്ക് വരിക. സന്തോഷ് ക്യാറ്റൂരിന്റെ സ്ഥാനം ദിലീഷ് പോത്തനെ ഏറ്റെടുത്തു. കഴിഞ്ഞിറങ്ങിയ 3 സിനിമയിലും, പേര് പറയുക, സിനിമ സ്പോയിലർ ആവാറുണ്ട്, 3 സിനിമയിലും അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഈശ്വര, അങ്ങനെയെങ്കിലും ആ ശൃംഗാരം നീ എന്നെ നാറ്റിക്കല്ല. ഇല്ല, ടീച്ചർക്ക് എല്ലാം അറിയുന്ന പോലെയാണ്. ഇല്ല, എനിക്കറിയില്ല. അല്ലിയാമ്പൽ കടവിലെന്നരക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. പ്രേക്ഷകന്റെ ഏറോ ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്താപ്പൂവേ മുത്ത് പൊഴിച്ചാട്ടെ, മത്തര മാറ്റായി മുത്തിത്തരത്താ. മത്താപ്പൂവും മത്തങ്ങ ഒന്നല്ല ഇവിടുത്തെ വിശേഷം, മത്താണ് ഇവിടുത്തെ വിശേഷം അല്ലേ? ഡൗട്ട് ആയി മത്തായോ താങ്കൾക്ക്? ഇല്ലില്ല, എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? അടിപൊളിയായി. സൂപ്പർ. ശരിക്കും അപ്പുചേട്ടൻ്റെ അടുത്ത് ഈ പാട്ടാ പാടാൻ പറഞ്ഞത്. അതിന് മുമ്പ് നമ്മളാണെങ്കിൽ മറ്റൊരു പാട്ടില്ലേ, ജില്ലയിലെ ജില്ലയിലെ ജിൻ ജിന്നൊക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ ഇത് മത്താണല്ലോ, അപ്പൊ മത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട് നമ്മൾ പാടണമല്ലോ. ഇനി ശരിക്കുള്ള ഇൻട്രോ പറയട്ടെ. Hey, hello everyone. Welcome to Milestone Makers Presents Colorful Stories. ഇതെല്ലാവരും ഒരേപോലെ പറയാ. അതെന്താ ചേട്ടൻ, ഞാൻ ചേട്ടനെ എന്താ പറയാ വെൽക്കം ചെയ്തില്ലല്ലോ. അതെ അതെ, പറഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ആണോ? Hey, hello everyone. Welcome to Milestone Makers Presents Colorful Stories. Colorful Stories എന്ന് കളറാക്കാൻ എത്തിയത് ഏത് സിനിമ കിട്ടിയാലും മരിച്ച് അഭിനയിക്കുന്ന നമ്മുടെ സ്വന്തം സന്തോഷ് കീഴാറ്റൂരാണ്. സന്തോഷ് ചേട്ടാ, വെൽക്കം ടു ദി ഷോ. അങ്ങനെ പറയാനാ എന്നെ വിളിച്ചിരിക്കുന്നല്ലേ? ആ പേര് ദോഷം എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കടന്ന് പെടാപ്പെടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഏതൊരു ഓൺലൈനിലെ ഒരു ഇത് വന്നിരിക്കുകയാണ്, സന്തോഷ് ക്യാറ്റൂരിന്റെ സ്ഥാനം ദിലീഷ് പോത്തനെ ഏറ്റെടുത്തു. കഴിഞ്ഞിറങ്ങിയ 3 സിനിമയിലും, പേര് പറയുക, സിനിമ സ്പോയിലർ ആവാറുണ്ട്, 3 സിനിമയിലും അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഈശ്വര, അങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞാല് ചേട്ടൻ ഇപ്പം മരണ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കോമന്റ് ഒക്കെ കണ്ടു. ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, സ്റ്റാർ നമുക്ക് വേണ്ട ഒരു സ്റ്റാർ. അപ്പൊ അത് ചേട്ടനാണെങ്കിൽ വരുന്ന പ്രോജക്ട്സിലൊക്കെ എങ്ങനെ എഫക്ട് ചെയ്തേക്കുന്നേ? അല്ല, അത് എപ്പോ എല്ലാ കാലത്തും ഉണ്ടാവും. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, ഒരു സിനിമയിൽ ഒരാൾ ഒരു വേഷം ചെയ്തു, ആ സിനിമ ഹിറ്റായി, അദ്ദേഹം ചെയ്ത വേഷവും കൊള്ളാം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തന്നെ റിപ്പീറ്റ് വരും. അപ്പൊ ഒരു ആക്ടർ എന്ന്, പ്രത്യേകിച്ച് പുതുക്കക്കാരൻ എന്നൊരു ആക്ടർ എന്ന നിലയിൽ, അത് എല്ലാ ആക്ടേഴ്സും അനുഭവിച്ചതായിട്ട് അവരുടെ അനുഭവ കഥകൾ പറയാറുണ്ട്. അത് ഞാനൊക്കെ ഒരു പുതുക്കക്കാരനാണ്. നമുക്ക് അങ്ങനെ സെലക്റ്റീവ് ആകാനൊന്നും പറ്റൂല. കാരണം കൂടുതലും ഏത് ആ സിനിമ ആരാ ഡയറക്റ്റ് ചെയ്യുന്നത്, ആ സിനിമയിൽ ആരാണ് അഭിനയിക്കുന്നത്. ഇപ്പൊ പുലിമുരുകൻ ഒരു സിനിമ, അത് മോഹൻലാൽ എന്ന് പറയുന്ന അത്രയും വലിയൊരു ആക്ടർ അഭിനയിക്കുന്ന സിനിമയാണ്. വൈശാഖ് എന്ന് പറയുന്ന ഒരു മാസ് ഫിലിം ഡയറക്ടറാണ്. അപ്പൊ ഞാൻ എൻ്റെ എന്താ വേഷം പോലും ഞാൻ ചോദിക്കൂല. കാരണം ആ സിനിമയുടെ ഭാഗമാവുക എന്നതാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം. അപ്പൊ അതുപോലെയാണ് അങ്ങനെ. പക്ഷെ ആ സിനിമ ഹിറ്റാവുമ്പോൾ എന്തായി മാറി, പിന്നീട് വരുന്ന സിനിമ ഇപ്പൊ ഗ്രേറ്റ് ഫാദർ എന്നൊരു സിനിമ. കാരണം മമ്മൂട്ടി സാർ എന്ന് പറയുന്ന ലെജൻഡിന്റെ അത്രയും ബ്യൂട്ടി, എനിക്കൊന്ന് ആ ഗ്രേറ്റ് ഫാദറിന് ശേഷം അത്രയും ഒരു ബ്യൂട്ടി ഉള്ള ഒരു സിനിമ വേറെ വന്നിട്ടില്ല മമ്മൂട്ടി സാറിന്റെ. അപ്പൊ അതില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ എന്നെ വിളിക്കുമ്പോൾ അതിൽ മരിക്കുന്നുണ്ടോ അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു ആക്ടർ എന്ന നിലയിൽ അതെന്റെ സ്വപ്നമാണ് ആ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർക്കായാലും ചില സിനിമകൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു പറയുമ്പം ഒരു ബോറടി ഉണ്ടാകാം പ്രേക്ഷകന്.
ആക്ടർ എന്ന നിലയിലും എനിക്കും ഉണ്ടാവും കുറച്ച് വിഷമതകൾ. പിന്നെ നമ്മൾ വിളിക്കുന്നതല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല, ഈ പദവി കാരണം ചേട്ടന് വരാനിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. കാരണം ഞാൻ പേര് പറയില്ല, കാരണം ഇതിനടുത്ത് ഹിറ്റായ 1-2 സിനിമകളിൽ ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ല, അദ്ദേഹം അതിന്റെ തൊട്ട് മുമ്പത്തെ സിനിമയിലും ഇങ്ങനെ ഒരു മരിക്കുന്ന ക്യാരക്ടർ ആയിരുന്നു, അതൊരു നെഗറ്റീവ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് നമുക്കൊരു വിഷമം വരിക. അല്ല, അതൊക്കെ സ്വാഭാവികമാണ്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. മത്ത്, പലതരം മത്ത് കേട്ടിട്ടുണ്ട്. ഒരുപാട് മധുരം കഴിച്ച് മത്താവും അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്നേഹം കാരണം മത്താവും എന്നൊക്കെ പറഞ്ഞു. ലഹരിയാണ്, ലഹരി. അപ്പൊ ഈ മത്ത് എന്താണ്? ഈ മത്തും ഇതിന്റെ എനിക്കൊന്നും ഒരു 2-3 ലേയേഴ്സിലൂടെ പോകുന്ന ഒരു കഥയാണ്. ഒരു അച്ഛൻ മകൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. മകളോടുള്ള അതിഭയങ്കരമായ സ്നേഹം, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, അച്ഛന് മത്തായി മാറിയിട്ടുണ്ട്. അതിലപ്പുറം തന്നെ അയാൾ ഒരു അച്ഛൻ ആവുമ്പോൾ തന്നെ അദ്ദേഹം ഒരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹത്തിന് മറ്റു പല വികാരങ്ങളും ഉണ്ടാവുമല്ലോ. ആ വികാരത്തിൽ മത്തായി മാറുന്ന ഒരാളുണ്ട്. പിന്നെ ഒരു പുരുഷനാണ്. അദ്ദേഹത്തിന് ഞാനൊരു പുരുഷനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആധിപത്യം, അത് പലപ്പോഴും പുരുഷന്മാർ ആധിപത്യം സൃഷ്ടിക്കാറ് സ്ത്രീകളുടെ നേർക്കാണ്, അമ്മയിലാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഇയാളൊരു മത്ത് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലെന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, സ്ത്രീകൾക്ക് നേരെയുള്ള എൻ്റെ ഒരാധിപത്യം, എൻ്റെ ഒരു ലഹരിയാണ്. അപ്പൊ അങ്ങനെ ഒരു 3 ലേയേഴ്സ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഒരു 2-3 ലേയേഴ്സിലൂടെയാണ് സിനിമ പോകുന്നത്. അത് ചില സമയത്ത് തോന്നുന്നത് പക്ക റിയലിസ്റ്റിക് ആണോ തോന്നും, ചില സമയത്ത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും, ചില സമയം ഭയങ്കര ഫാൻറ്റസി ആയിട്ട് തോന്നും. ഇപ്പം ഞാൻ ചെയ്ത ക്യാരക്ടർ പോലും ഇതിലെ നായക നടനായ ടിനി ചേട്ടൻ ഗംഭീരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിനി ചേട്ടൻ്റെ കഥാപാത്രത്തിനെ മിസ്ഗൈഡ് ചെയ്യുന്നത് ഞാൻ വേറെ തരം മത്തിലാണ്. ഞാൻ അതിൻ്റെ വേറെ തരം ഒരു ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ലഹരി മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ഇതിൻ്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ രഞ്ജിത്ത് ലാൽ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സിനിമ കുറേ കറണ്ട് റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. കൊടി പിടിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം. അപ്പോൾ അത് കുറേ കറണ്ട് എലവൻസ് ഈ സിനിമയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ പലതരത്തിലുള്ള മത്ത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഈ സിനിമ പറയുന്നുണ്ട്. അപ്പൊ ഈ മൂവിയിലത്തെ സോങ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആ കുട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, പിന്നെ അതിന്റെ പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു റേപ്പ് വിക്ടിമിന്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണോ, ലൈക്ക് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണോ? റിയൽ അല്ല. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇന്ത്യയുടെ പല ഭാഗത്തും പല കുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നമ്മളതൊന്നും ഒട്ടും ലാഘവത്തോടു കൂടി കാണുവാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ആ കുട്ടി. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ആ പുതിയ നായികയാണ്. ആ കുട്ടിയും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അതൊരു ലെയറായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഡയറക്ടർ പറയാൻ ശ്രമിക്കുന്ന പോലും ഇപ്പം നമ്മളിലൊക്കെ പല മുഖങ്ങളുണ്ട്. നമ്മൾ ഈ ചിരിക്കുന്നത് മാത്രമല്ല, മറ്റൊരു മുഖം നമുക്ക് തന്നെ അറിയില്ല അത് എപ്പോഴാണ് പുറത്തേക്ക് വരിക അല്ലേ. നമ്മൾ പരമാവധി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ നല്ല മുഖം നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റണമേ എന്നാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും മോശമുണ്ട്, അതുണ്ടാവും. നന്മയും തിന്മയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പരമാവധി ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത് നന്മയാണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ തിന്മയും പുറത്തേക്ക് ചാടും. ആ തിന്മയെ എങ്ങനെ അടക്കി വെക്കാം എന്നുള്ളതാണ് നമ്മൾ മനുഷ്യനായി മാറുക എന്നത് പറയുന്നത്. ചില സമയത്തൊക്കെ അത് പുറത്തേക്ക് ചാടും. അത് നമുക്ക് തന്നെ അറിയില്ല ഏത് നിമിഷമാണ്. ആ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും അങ്ങനെ കുറേ മുഖങ്ങളുണ്ട്. ഇപ്പം ഇതിലെ നായക നടൻ്റെ ഒരു 2-3 മുഖങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. ഇതിൽ ഓപ്പോസിറ്റ് ചെയ്യുന്ന വില്ലൻ മറ്റേ ചേട്ടനല്ലേ വില്ലൻ? അല്ല, ഞാനൊരു വേറത്തെ ടൈപ്പ് വില്ലനാണ്. ഞാനൊരു മുഖ്യ വില്ലൻ അല്ല കേട്ടോ. അല്ല, ഈ മൂവിയുടെ പോസ്റ്റർ ഫസ്റ്റ് പോസ്റ്ററിൽ ചേട്ടൻ മറ്റേ സിഗരറ്റ് ഒക്കെ വെച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കണം. ഞാൻ വിചാരിച്ചു ചേട്ടനായിരിക്കും. ഞാൻ ഒരു പാർട്ടാണെന്നേ ഉള്ളൂ, ഈ സിനിമയുടെ ഒരു പാർട്ട് മാത്രം. പക്ഷെ ഒരു മുഖ്യ വില്ലൻ എന്ന് പറയുന്നത് ഹരിഗോവിന്ദ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. എൻ്റെത് ഒരു നിർണായക ഘട്ടത്തിൽ, പക്ഷെ വളരെ എന്താ പറയാ, ഒരു കഥയെ തിരിച്ചുവിടുന്നത്, ഒരു കഥാഗതി തിരിച്ചുവിടാൻ ഒരാൾ വരും ചില സമയത്ത്.
അങ്ങനെ വരുന്നൊരു അതാണ് ഇയാൾ വില്ലനാണോ എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇയാളാണ് മിസ്ഗൈഡ് ചെയ്യുന്നത് അയാളെ. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളുവെങ്കിലും ഇയാൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള വില്ലന്മാർ അല്ലാതെ പക്ക നമ്മളെ കാണുന്ന മറ്റു ടൈപ്പ് ഒരു വില്ലനല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലേയേഴ്സ് പറയുന്നുണ്ട്. അത് ഇതിൽ റേപ്പ് ഒരു പ്രധാന സംഭവമായി മാറുന്നുണ്ട്. അപ്പൊ ചേട്ടന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവും, പല മൂവീസിലും നല്ല കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയേക്കണ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഇപ്പോഴും ചേട്ടൻ ഹൃദയത്തിൽ സൂക്ഷിക്കണ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിനിമയുടെ മൊത്തമാണ് എന്റെ അല്ല ജീവിതം. ചേട്ടന് ഇപ്പം ചേട്ടന്റെ ക്യാരക്ടർ അടിപൊളി നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ ഭയങ്കര അപ്പൊ ഇങ്ങനെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയതാ? അല്ല, അതിപ്പം ഞാൻ പറയാം, എന്റെ ഏറ്റവും ചെറിയൊരു വയസ്സിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയൊരു വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ഒരാളാണ് ഞാൻ നാടകത്തിൽ. അതുവരെ ഞാൻ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്ത് ഈ രംഗത്തിനോടൊരു ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ഈ നാടകരംഗത്ത് വന്ന ഒരാളാണ്. അല്ലാതെ ഞാനൊരു ആക്ടറായിട്ട് വന്നതല്ല. എനിക്ക് അങ്ങനെ ഒരു ഇപ്പം ഞാനൊക്കെ ആ നാടകരംഗത്തേക്ക് വരുമ്പം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കവിളൊക്കെ തുടുത്തിരിക്കണം, നല്ല ഹൈറ്റ്, മുഴങ്ങുന്ന ശബ്ദം വേണം. അപ്പോൾ അവിടേക്കാണ് ഞാനൊരു മെലിഞ്ഞിട്ട് ഒരു വലിയ ചുരുള മുടിയൊക്കെ വെച്ച് കുറച്ച് വെളുത്ത്. അപ്പോൾ നിനക്കെന്താ വട്ടാണോന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. നിന്നെ എന്ത് കണ്ടിട്ടാണ് നാടകത്തിൽ അഭിനയിക്കാൻ വിളിക്കുക? അത് പ്രൊഫഷണൽ നാടക സംഘത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം, ഇതെൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. കാരണം അന്ന് സിനിമ എന്ന് പറയുന്നത് വളരെ ദൂരത്തായിരുന്നു. നമ്മൾ ഈ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അങ്ങനെ സിനിമകളില്ല ആ കാലത്ത് പോലും, കൂടുതലും തമിഴ്നാട് എന്നാണ്. അപ്പോൾ നമ്മുടെ സിനിമാ നടന്മാരും, എൻ്റെ ഒന്നും നാട്ടിൽ അങ്ങനെ ഒരു നടനില്ല, സംവിധായകനില്ല, ആകെയുള്ളത് ശ്രീനിവാസൻ ചേട്ടനാണ്. ശ്രീനിവാസൻ ചേട്ടൻ എന്ന് വെച്ചാൽ ഫുൾ ചെന്നൈയിലാണ് താമസം. പക്ഷെ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് നാടകരംഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അങ്ങനെ ഞാൻ അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് കുറേ നമ്മളെ ആൾക്കാർ ഭയങ്കര നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു, അവഹേളിക്കുന്നു. അപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഒന്നും അവർ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ 2006 തിരുവനന്തപുരത്ത് ഒരു നാടക ട്രൂപ്പിൽ പോയിട്ട് ഒരു മെയിൻ വേഷം ഞാൻ ചെയ്യാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അതിന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടെന്ന് മലയാള നാടക രംഗത്ത്. നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ നാടകം നമ്മൾ അന്ന് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അന്ന് മത്സരത്തിൻ്റെ ദിവസം, അന്നത്തെ ദിവസം എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അത് ആരായാലും. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ പെട്ടെന്ന് മാറ്റിയത് ഈ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണ്. കാരണം എനിക്ക് ഞാൻ സ്വപ്നം കാണാത്തയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നടൻ. ആ വർഷത്തെ മികച്ച നടനാരാന്നറിയോ? സിനിമാ നടൻ പൃഥ്വിരാജാണ്. വാസ്തവം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചതും പൃഥ്വിരാജിൻ്റെ കൂടെയാണ്, ചക്രം എന്ന സിനിമ. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ ഈ എത്രയധികം പത്രമാധ്യമങ്ങളൊന്നും സപ്പോർട്ടിങ് ഇല്ല. ഒരു പത്രത്തിൽ വാർത്ത വരുന്നുള്ളൂ, സോഷ്യൽ മീഡിയാസ് ഇല്ല, മറ്റേ ഓൺലൈൻ ചാനലുകളൊന്നുമില്ല. മികച്ച നാടക നടൻ ഞാനാണ്, മികച്ച സിനിമാ നടൻ പൃഥ്വിരാജാണ്. വേണമെങ്കിൽ ഇന്നൊക്കെയാണ് നല്ലൊരു വാർത്ത വരും. ചക്രത്തിൽ എൻ്റെ ജ്യേഷ്ഠനാണ് പൃഥ്വിരാജ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ ഇതാണ്. അപ്പം അത് എനിക്ക് ഓർക്കാൻ പറ്റും. അത് സർക്കാർ രേഖകളിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ വർഷത്തെ. അതൊരു ഭയങ്കര നമുക്കൊരു സന്തോഷം തന്നൊരു നിമിഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വീണ്ടും നാടകരംഗത്തേക്ക് പോയി. TV ചന്ദ്ര സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി, കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിക്രമാദിത്യ സിനിമയിലേക്ക് വിളിക്കുന്നു. അത് അഭിനയിച്ചു. പക്ഷെ ആ സിനിമ ഫസ്റ്റ് ഡേ കണ്ടു ഇത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. അഭിനയിച്ചു വന്നു. അന്ന് അധികം ആരും കൂട്ടായിട്ടില്ല. അന്ന് വൈഫിനെ പോലും കൂട്ടാതെയാണ് സിനിമക്ക് പോയത്. ഞാനും എൻ്റെ അനിയനാണ് പോയത്. അപ്പം ഇതെന്താണെന്ന് നോക്കാം, നമ്മളെ വെട്ടി മാറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എഡിറ്റിങ്. പക്ഷെ ഇൻ്റർവെല്ലിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആൾക്കാർ എടുത്തങ്ങ് ഉയർത്തുവാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് സിനിമയിലാണ് കിട്ടുന്നത്. ആ സിനിമ 100 ദിവസം ഓടുന്നു. എൻ്റെ വീട്ടിൽ ആദ്യത്തെ 100 ദിവസത്തെ മൊമെൻറ്റോ വിക്രമാദിത്യൻ്റെയാണ്. അതും ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ സന്തോഷമുള്ളൊരു മൊമെൻറ്റോ അതാണ്. പിന്നീട് എനിക്ക് തുടർച്ചയായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. മറ്റേ ആദ്യത്തെ 250 കോടി അല്ലേ, പുലിമുരുകൻ നമ്മളൊന്നും നേരെ കോടി കേട്ടിട്ടില്ല, നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു കോടി ക്ലബിൽ കയറിയ സിനിമ പുലിമുരുകൻ. അതും എന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഓരോന്നും. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണടൻ എന്നൊരു നാടകം ഞാൻ സ്വപ്നേ കണ്ടിട്ടുള്ളൂ. അമേരിക്കയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഒക്കെ. എനിക്ക് പൈസ കൊടുത്തിട്ട് എനിക്കൊന്നും അവിടെ നിന്ന് പോയിട്ട് കാണേണ്ട സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. മറ്റു പല ബാധ്യതകളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ നാടകവുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ലോകരാജ്യങ്ങളൊക്കെ, അതും എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട്
ഞാൻ സഞ്ചരിക്കും. കാരണം അവനാണ് എൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അതെ. ഇതും ജീവിതത്തിൽ മറക്കാനാവാത്ത സന്തോഷം. അതൊരു കലാകാരനായതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ്. ഇപ്പോൾ ടൂറിന് പോയതാണെങ്കിൽ നമുക്ക് അത്ര വലിയ സന്തോഷമല്ല. പക്ഷേ ഞാനൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, കാരണം അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഇൻ്റർനാഷണൽ നാടകങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കളി ഇവരൊക്കെ എന്ത് ഭയങ്കര, ഇവരെ നാട്ടിലേക്ക് ഞങ്ങൾക്കും പോകാൻ പറ്റുമോ? പക്ഷേ ഇതെല്ലാം സന്തോഷമുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചേട്ടൻ പെണ്ണടൻ എന്നുള്ള ഇത് പറഞ്ഞു. ഇപ്പൊ ചേട്ടന് പെണ്ണടൻ എന്നുള്ളൊരു പദവി ലഭിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്ന് ഷെയർ ചെയ്യാമോ? അത് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞതാണ്. കാരണം പെണ്ണടൻ എന്ന് പറയുന്നത് പദവി, അതെ പദവി അതിപ്പോ പറയുന്നതാണ്. അങ്ങനെ പദവി പാടില്ല. മരണനടനിൽ പറഞ്ഞ പദവി ആയി പോകും. അല്ല അതെങ്ങനെ കുറെ ഇതിനകത്ത് കേട്ടില്ല. അല്ല അത് അക്കാലത്ത് ഈ നമ്മുടെ കേരളം എന്ന് പറയുന്ന അതിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഈ 30-കൾ 50-കളിൽ സ്ത്രീകൾ ആരും അഭിനയിക്കാൻ വരില്ല. ഇപ്പോഴല്ലേ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് ആയിട്ട് മാറുന്നത്. ഇതിനെ ഭയങ്കര മോശമായിട്ട് കണ്ട ഒരു കാലമായിരുന്നു. അന്ന് പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടുക. അങ്ങനെ സ്ത്രീ വേഷം കെട്ടിയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു ഒച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന ഒരു മഹാനായ നടൻ. അതായത് 51-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി ഒച്ചിറയിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാടക നടന്മാരെ പെട്ടെന്ന് മറന്നു പോകും. കാരണം പെർഫോമൻസ് കണ്ടില്ലെങ്കിൽ നമുക്കറിയില്ല. അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാരായ നടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ കമൽ സാറിൻ്റെ നടൻ എന്ന സിനിമയിൽ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പക്ഷെ ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ ഓച്ചിറ വേലുക്കുട്ടി ആശാന്റെ നാടകത്തിലൂടെയാണ്. കാരണം ഞാനാണത് അഭിനയിച്ചത്, ആ സ്ത്രീ വേഷം. എനിക്ക് ആദ്യമായിട്ട് ഞാൻ പറയാം, ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നതും ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദു, ഡക്കാൻ ക്രോണിക്കിളും ഒക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എൻ്റെ വേഷം. പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പരകായ പ്രവേശം എന്ന് പറയില്ലേ, അത് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു എനിക്കത്. ഞാനെന്ന് പറഞ്ഞ ഒരു ഈ എൻ്റെ ഒരു ബോഡിയിൽ നിന്നും ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് ചേട്ടൻ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു താളുമുണ്ട്. നമ്മൾ പറയല്ലേ, ചില സ്ത്രീകളുടെ ഉള്ളിൽ ഒരു പുരുഷൻ ഉണ്ടാക്കും, പുരുഷന്റെ ഉള്ളിൽ സ്ത്രീ ഉണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ മുഖങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, കുറെ ലെയേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ലെയർ നമുക്കൊന്ന് എടുക്കുമ്പോൾ ചില സമയത്ത് അത് കറക്റ്റ് ഒരു മീറ്ററിൽ വന്ന് വീഴും. അപ്പം അങ്ങനെ അല്ലാതെ ഞാൻ അതിനുവേണ്ടി ഒരു പ്രാക്ടീസും എടുത്തിട്ടില്ല. അതിനു മുമ്പ് ഞാനൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അത് ഞാൻ അത്യാവശ്യം ആൾക്കാരെ കണ്ട് ഭയങ്കരമായിട്ട് അംഗീകരിച്ചതാണ്. ഈ നടനും കൂടി വന്നതോടുകൂടി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഇതൊരു സോളോ ഡ്രാമയിലേക്ക് എനിക്ക് മാറ്റിയാലോ, കാരണം അങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ച് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നാടകം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ സാമ്പത്തികമോ കാര്യമൊന്നും ഇല്ല. കുറച്ച് പൈസ വേണം. അങ്ങനെ സ്ക്രിപ്റ്റെല്ലാം എഴുതി റെഡിയായി നിൽക്കുമ്പോഴാണ് വിക്രമാദിത്യൻ സിനിമ വരുന്നത്. വിക്രമാദിത്യൻ സിനിമയോടുകൂടി ഞാൻ പറയാം, എൻ്റെ ഒരു ജീവിതം, ലാൽ ജോസ് സാർ എന്ന് പറയുന്ന LJ ഫിലിംസ് എനിക്കൊരു പുതിയ ജീവിതം തരികയാണ്. അതുവരെ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ എനിക്കിങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ട് ഒരു വാഹനം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഈ നാടകം പ്രൊഡ്യൂസ് ചെയ്തു. കാരണം അതിന് തുടർന്ന് ഞാൻ തന്നെയാണ് അതിൻ്റെ ഡയറക്ടറും. അതിൻ്റെ സാമ്പത്തികമൊക്കെ വേണമല്ലോ. അങ്ങനെ അത് അവതരിപ്പിച്ചു. അതിൻ്റെ ആ നാടകം ഉദ്ഘാടനം ചെയ്തതും ലാൽ ജോസ് സാറാണ്. പിന്നെ അതിന് ശബ്ദം നൽകിയത് ലാലേട്ടനാണ്. അതിൻ്റെ ബ്രോഷർ പ്രകാശനം ചെയ്തത് മമ്മൂട്ടി സാറാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണടൻ ഈ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന ഈ നടൻ സ്ത്രീവേഷം കെട്ടുകയും അദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീവേഷവും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും ഇത് പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിളാവും. അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുക. ഇത് കൊണ്ടുപോകാൻ പറ്റാത്തവർ പെട്ടെന്ന് ജീവിതം പോയി പോകും. അങ്ങനെ പിന്നെ അതിലപ്പുറം ഈ നാടകം കുമാരനാശാൻ്റെ 150-ാം ജന്മ നമ്മുടെ മഹാകവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് ഇന്നും റെലവൻ്റ് ആണ്. കാരണം നമ്മൾ ഈ മത്ത് പോലും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ 100 വർഷങ്ങൾക്ക് മുമ്പേ ആശാൻ പറഞ്ഞിരുന്നു. വാസവദത്തയ്യായിട്ടും മാതങ്കിയും ലീലയും നളിനിയും സീതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പറഞ്ഞിരുന്നു. ഈ നാടകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ച ഈ വേലുക്കുട്ടി ആശാന്റെ ജീവിതം പറയുമ്പോൾ കുറേ സ്ത്രീ ക്യാരക്ടേഴ്സിന് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹത്തിന് അറിയപ്പെട്ടതും പെണ്ണടനാണ്. പക്ഷെ അത് അത്ര പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ പുതിയ കാലത്ത് ഞാൻ ആ പ്ലേ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ടൈറ്റിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പെണ്ണടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുക എന്നെയായിരിക്കും, നാടകം കണ്ടവർക്കും ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിച്ചവർക്കും. പക്ഷെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം വേലുക്കുട്ടി ആശാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ ഒരുപാട് നടന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ടുണ്ട് മലയാളത്തിൽ. അവർക്കൊക്കെ ഉള്ള ട്രിബ്യൂട്ടാണ് ഈ നാടകം.
അത് എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾ കാണണം. കണ്ടു എന്തായാലും കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇന്റർവ്യൂ തരാം. ഷുവർ. ഓക്കെ, അപ്പം ഇനി അടുത്തതൊരു ചെറിയൊരു സെഗ്മെന്റ് ആണ്. എന്നുവെച്ചാ ജസ്റ്റ് നവരസങ്ങളൊന്നും, ഞാൻ കുറച്ച് നവരസങ്ങൾ പറയും. സിമ്പിൾ ആകെ 8-9 നവരസങ്ങൾ എന്തോ അല്ലേ ഉള്ളൂ. 8 12 ഉണ്ടോ? എന്റെ അടുത്ത് ആകെ 8 ഉള്ളൂ. അല്ല 9 ഉണ്ട്. 9 ഉള്ളു. ചേട്ടൻ അതൊന്ന് കാണിച്ചാ മതി. ഓക്കെ, നീ തന്നെയാണ് എനിക്ക് പണി തരുന്നല്ലേ. ചിരിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ശൃംഗാരം. ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ല. അടുത്തത് കരുണം. അടുത്തത് രൗദ്രം. ഇപ്പൊ ടീച്ചർക്ക് എല്ലാം അറിയുന്ന പോലെയാണ്. ഇല്ല, എനിക്കറിയില്ല. ഓക്കെ, അനകം. അനകം ഇല്ലേ? ഗൂഗിൾ ചതിച്ചു. അനകം ഗൂഗിൾ അമ്മായി ചതിച്ചതാണ്. അനക്കാണോ? അനക്കൊന്നുമില്ല, അനക്ക ഇതാണ്. ചേട്ടാ ഞാനേ അകലമാണോ? അകലം അകലില്ലേ ചേട്ടാ? ശൃംഗാരം, കരുണം, ബീഭത്സം. ഹാസ്യം. നീ എന്നെ നാറ്റിക്കല്ല. ഇല്ല. വീരം രൗദ്രക്ക് നേരത്തെ സെയിം തന്നെ. കുറച്ചും കൂടി അത് എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ പറ്റില്ല, ചെയ്യുമ്പോ കുറച്ച് സാധിക്കാറുണ്ട്. അത്ഭുതം. എന്താ അവിടെ നോക്കി ചിരിക്കണേ? ഇല്ല, ഞാൻ അയാളെ നോക്കി ക്യാമറ നോക്കി ചിരിച്ചാണ്. ഓക്കെ, ശാന്തം. ബീഭത്സം. നേരത്തെ ബീഭത്സം പറഞ്ഞില്ലേ? ഇല്ല. അനകം, ബീഭത്സം, രൗദ്രത്തിൽ ഏകദേശം ഒന്ന് തന്നെയാണ്. അതൊക്കെ കഥകളിയിൽ ചില മുദ്രകളാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ചില സംഭവങ്ങൾ വരിക. അതായത് ഇത് ബീഭത്സം, രൗദ്രം എന്നെല്ലാം പറഞ്ഞാലും സെയിം ആണ്. പക്ഷെ അതിന്റെ ചില ബോഡി ലാംഗ്വേജാണ് മാറുന്നത്. ചെസ്റ്റ് പിടിക്കുന്നത്, രൗദ്രത്തിൽ ചെസ്റ്റ് പിടിക്കും. ബീഭത്സം എന്ന് പറഞ്ഞാൽ കുറെ കൂടി വലുതാണ്, പർവ്വത വലിക്കരിക്കാന്ന് പറഞ്ഞത്. ഒരു നമ്മളിങ്ങനെ തന്നെ വരുമ്പോ ഇതായി മാറും. ഞാൻ കഥകളി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? അല്ല, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഏതോ ഒരു ലെയർ പുറത്തേക്ക് വരുന്നതാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം ഈ പെണ്ണടൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റും കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നോട് നിങ്ങളൊരു നാടകത്തിലെ ഡയലോഗ് പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റേജിൽ ഞാൻ ചെയ്യുമ്പോൾ ആ ആംബിയൻസ് വരുമ്പോൾ ഞാൻ ചെയ്യും. സിനിമയിലെ ഒരു ഡയലോഗിൽ എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പൊ ചോദിച്ചാലേ ആണോ? പക്ഷെ അന്ന് ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ഇനി പാട്ട് പാടാം. പാട്ടിന് കുറച്ച് വരികൾ ഞാനിങ്ങനെ വിടും. അപ്പൊ ആ വരികളല്ല, വാക്കുകൾ ഞാനിങ്ങനെ വിടും. അപ്പൊ ചേട്ടൻ ഫില്ല് ചെയ്താൽ മതി വാക്കുകൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ചേട്ടന്റെ പടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിക്രമാദിത്യൻ. ഓക്കെ, മഴനില. എല്ലാരും ഒരു പരിപാടി എല്ലാരും പിന്നെ വീശും. അല്ല, ഞാൻ ബാക്കിയൊക്കെ അത് ചേട്ടൻ വേണം ഫില്ല് ചെയ്യാൻ. മഴനില കുളിരുമായി, മഴനില കുളിരുമായി നീ എന്നെ കുഴപ്പിക്കല്ല. അന്ന് വേറെ സിമ്പിൾ. ഇതിൽ മൂളുന്നയാണ് എപ്പോഴും. എന്റെയൊക്കെ കാറിലെ സ്ഥിരം പാട്ടാ അത്. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. വേനൽ തൂവൽ വീശും. തൂവൽ തന്നെയല്ലേ? അതാണ്. അല്ല, അയ്യോ, അതപ്പോ പാട്ടിന്റെ ബാക്കി മഴനില കുളിരുമായി. ഫുൾ ലൈൻ എനിക്കറിയില്ല. അല്ല, ഞാൻ പാട്ടിന്റെ ബാക്കി പറഞ്ഞു തന്നതാ. ബാക്കി പറഞ്ഞു. വേണ്ടേ? വേണ്ട. ഓക്കെ, വേനൽ തൂവൽ വീശും. വേനൽ തൂവൽ. തൂവലല്ലേ? ആയിരിക്കും. അടുത്ത. ഓക്കെ, അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം
നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ അടുത്ത പറഞ്ഞോ. ഇനിയില്ലേ ചേട്ടാ, ഇനിയില്ലേ ഇനി ചേട്ടൻ കൊറേ സിനിമയിൽ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ചേട്ടൻ തന്നെ അറിയായിരിക്കും എങ്ങനെയാണ് ഓരോ സിനിമയിൽ മരിച്ചതെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഓരോ സിനിമ പറയും. അപ്പൊ ചേട്ടൻ ആ സിനിമയിൽ ചേട്ടൻ എങ്ങനെ ഇത് ഞാനൊക്കെ വേറെ വലിയ സ്റ്റോറി എഴുതാൻ പോവാണ്. ഇപ്പഴേ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇത് പോവില്ലേ? ഇല്ല, പല ഇപ്പൊ കൊറേ സിനിമയിൽ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഓരോ സിനിമയിലും എങ്ങനെയാ ചേട്ടൻ മരിച്ചു? ട്രോളന്മാർ ഒന്നും അടങ്ങി നിൽക്കുകയാണ് എനിക്കെതിരെയുള്ള അറ്റാക്ക്. ട്രോളിലല്ലേ ഹിറ്റ് ആവാ? ആണല്ലേ? ഓക്കെ പറയാം. ഇതിന്റെ റൈറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരില്ല കേട്ടോ. കാരണം ഞാൻ ഇത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ സത്യമായിട്ട് പറയാം. എന്നാ ഞാൻ ചോദിച്ചു. ഓക്കെ. അല്ല, അതിനെക്കാട്ടിലും നല്ലത് ചേട്ടൻ മരിക്കാത്ത സിനിമകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതായിരിക്കും എളുപ്പം. മരിക്കാത്ത സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ വർഷം എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഞാൻ മന്ത്രിയായിട്ട് അഭിനയിച്ചാണ്. ഞാൻ മരിച്ചിട്ടില്ല. മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, രഞ്ജിത് ശങ്കർ ഡയറക്ട് ചെയ്ത പടം. പിന്നെ പത്തേമാരി എന്ന് പറയുന്ന സിനിമ സലീം അഹമ്മദ് സംവിധാനം ചെയ്ത, ഞാൻ മരിച്ചിട്ടില്ല. മമ്മൂക്ക തന്നെ, അതും മമ്മൂക്ക തന്നെയാണ്. ഒടിയൻ എന്ന സിനിമ അല്ലെ, ലാലേട്ടന്റെ സിനിമ, മരിച്ചിട്ടില്ല. എന്നും എപ്പോഴും ലാൽ സാറിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്, സത്യനന്ദിക്കാട് സാറിന്റെ സിനിമ. ഞാൻ മരിച്ചിട്ടില്ല. ഇതൊക്കെ നല്ല സിനിമകളാ. ഓക്കെ. ഇനിയിപ്പൊ അടുത്തത് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ആദ്യമേ പറഞ്ഞു ചേട്ടൻ മരിക്കണ എല്ലാ മൂവീസും ഹിറ്റാണ്. ചേട്ടൻ തന്നെ പറഞ്ഞു നമ്മുടെ പുലിമുരുകൻ ആദ്യമായിട്ട് മറ്റേ 250 കോടി ക്ലബിലൊക്കെ കയറിയതാണ്. അപ്പം എനിക്ക് വേണ്ടി ഈ ഇന്റർവ്യൂ ഒന്ന് ഹിറ്റ് ആവാൻ വേണ്ടി ഒന്ന് മരിക്കാൻ മതി. എങ്ങനെ വേണ്ട പറയും. ചേട്ടന് ഇഷ്ടമുള്ള രീതിക്ക് മരിച്ചു. ചേട്ടനെ ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട് മരിച്ചത് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട മരണം ഏതായിരുന്നു? എല്ലാ മരണവും ആസ്വദിച്ചാ മരിച്ചത്. കാരണം പുലി പിടിച്ചും പിന്നെ പാലത്തുനിന്ന് ചാടിയും അറ്റാക്ക് വന്നു. പിന്നെ ഒരെണ്ണത്തിൽ മമ്മൂക്ക കൊല്ലൂലേ, കണ്ണ് കുത്തിയിട്ട്, ഗ്രേറ്റ് ഫാദറിൽ. ഇപ്പൊ മരിക്കണല്ലേ? എങ്ങനെ മരിക്കാൻ മോനെ? എങ്ങനെയാ മരിക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, കഴുത്ത് ഞെരിച്ച് എന്നെ ഇതുവരെ കൊന്നിട്ടില്ല. ഞാൻ കഴുത്തരിച്ചു കൊല്ലണം. എനിക്ക് അത് ഫീൽ ചെയ്താലേ ഞാൻ ഇതല്ലേ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ആക്ടറാണ്. എനിക്ക് അങ്ങനെ അധികം ഈ തട്ടിപ്പ് അഭിനയം അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഉൾക്കൊള്ളണം. അപ്പൊ അങ്ങനെ പ്രസ് ചെയ്യണം. ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഉത്തരവാദില്ല. ഷാജി പപ്പനും അപ്പൂസേട്ടും. ഓക്കെ, എന്തെല്ലാം ആഗ്രഹങ്ങളാ മനുഷ്യന്മാർക്ക്. ഈ വീഡിയോ ഇനി മില്യൺ ആട്ടോ, മില്യൺ ആയിരിക്കും ഉറപ്പല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മൾ തുടങ്ങിയത് പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുമ്പോഴും ഒരു പാട്ട് പാടി തന്നെ അവസാനിപ്പിക്കാം. അപ്പം തുടങ്ങുമ്പോ ഞാൻ പാടി, ഇനി അവസാനം ചേട്ടൻ പാടണം. അല്ല, തുടങ്ങിക്കോ. എന്നാ ചേട്ടൻ പറയുന്ന പാട്ട് ഞാൻ പാടാം. ഞാൻ ഏത് പാട്ടും പാടും. അല്ല, തുടങ്ങി വെച്ച് ഞാൻ ഇത് ചെയ്തോളാം. അല്ല, ചേട്ടന് ഇഷ്ടമുള്ള ചേട്ടന് ഇഷ്ടമുള്ള പാട്ട്. ഇവരൊക്കെ പാട്ട് പാടാൻ വന്നതാ ആണോ? ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു. ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടാം. ഇപ്പത്തെ പുതിയ പാട്ട് പാടിക്കോ. നീ ഇല്ലുമിനാറ്റി പാടിയല്ലോ. അത് പാടിക്കോ. ഓക്കെ, ഇല്ലുമിനാറ്റി. ചേട്ടന് അറിയോ? ഞാൻ നോക്കാം. ചേട്ടന് വരി അറിയൂലേ? നോക്കാം. നിങ്ങളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കണ്ടേ? നാടിൻ നന്മകനെ പൊന്മകനെ. ചേട്ടൻ പാടുന്നില്ല. ചേട്ടൻ അറിയണ പാട്ട് പാടിയാ മതി. എനിക്ക് പാടിക്കോ. ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ഇതെന്താ? പ്രേക്ഷകന്റെ ഏറോ? 1 2 3 നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നാടിൻ. ബാക്കി എന്തായിരുന്നു? ഇവനെ ചകനെ സംഹാരകനെ നാടിൻ നന്മകനായി വന്നവനെ കൊടും പിന്നെ പഠിച്ചിട്ട് വരും കേട്ടോ. എല്ലാരും പഠിച്ചിട്ട് വരും. ഇല്ല, ചേട്ടന് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞത്. ശബ്ദം അടഞ്ഞിട്ട് ഞാൻ ഞാക്കടി പഠിച്ചതായിരുന്നു. അതല്ലേ, നല്ല ഗംഭീരായി. ഓക്കെ, അപ്പൊ മത്തി എന്ന സിനിമ എല്ലാരും കാണണം. ജൂൺ 21 റിലീസ്. എല്ലാരും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്ത് സന്തോഷമായിട്ട് ഒരുപാട് താങ്ക്സ്. ഒരുപാട് മില്യൺസ് താങ്കൾക്കും താങ്കളുടെ ഇന്റർവ്യൂസിന് ഒരുപാട് മില്യൺസ് നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ. താങ്കൾ ഭയങ്കര വൈറലായി മാറട്ടെ, ഇൻഷാ അല്ലാഹ്, നല്ല നിലയിൽ.